ക്രൈസ്തവ വിശ്വാസികളായ ജീവനക്കാർക്കെതിരെ അന്വേഷണം വേണമെന്ന വിവാദ സർക്കുലർ വീണ്ടും പുറത്തിറക്കിയ വിദ്യാഭ്യാസ വകുപ്പ് പ്രതിഷേധങ്ങളെ തുടർന്ന് പിൻവലിച്ചു. മലപ്പുറം ജില്ലാ പൊതുവിദ്യാഭ്യാസ ഓഫീസർ ഉൾപ്പെടെ 4 ഉദ്യോഗസ്ഥരെ സർക്കാർ സസ്പെൻഡ് ചെയ്തു. കടുത്ത പ്രതിഷേധങ്ങളെ തുടർന്ന് 2 മാസം മരവിപ്പിച്ച സർക്കുലറാണ് മലപ്പുറം അരീക്കോട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ പേരിൽ ഇന്നലെ വീണ്ടും പുതിയ സർക്കുലറായി ഇറക്കിയത്. സർക്കുലർ ഉടനടി പിൻവലിച്ച് ക്രൈസ്തവ സമൂഹത്തോട് മാപ്പ് പറയാനും ഉദ്യോഗസ്ഥരെ നടപടി സ്വീകരിക്കാനും വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകണമെന്ന് KCBC വിദ്യാഭ്യാസ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ആന്റണി വക്കോറയ്ക്കൽ ആവശ്യപ്പെട്ടിരുന്നു. ക്രൈസ്തവ വിശ്വാസികളായ ജീവനക്കാർ വരുമാന നികുതി അടയ്ക്കാതെ നിയമലംഘനം നടത്തുന്നുവെന്ന് കാണിച്ച് നൽകിയ അടിസ്ഥാനമില്ലാത്ത പരാതിയിൽ അന്വേഷണം നടത്തണമെന്ന വിവാദ സർക്കുലറാണ് വീണ്ടും വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയത്. ജാതിയും മതവും നോക്കി സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്താനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലറിനെതിരെ കടുത്ത പ്രതിഷേധങ്ങൾ ഉയർന്നതോടെ ഫെബ്രുവരി 21-ന് സർക്കുലർ മരവിപ്പിച്ച് സർക്കാർ പുതിയ സർക്കുലർ ഇറക്കിയിരുന്നു. എന്നാൽ 2 മാസത്തിനു ശേഷം വീണ്ടും മലപ്പുറം അരീക്കോട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ പേരിൽ ഇന്നലെ പുതിയ സർക്കുലർ ഇറക്കുകയായിരുന്നു. സ്കൂളുകളിൽ സർക്കാർ ശമ്പളം കൈപ്പറ്റുന്ന ക്രിസ്തുമത വിശ്വാസികളായ ആദായ നികുതി അടയ്ക്കാത്ത ജീവനക്കാരുണ്ടെങ്കിൽ റിപ്പോർട്ടാക്കി 2 ദിവസത്തിനുള്ളിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ലഭ്യമാക്കേണ്ടതാണെന്നാണ് ഇന്നലെ ഇറങ്ങിയ സർക്കുലറിൽ പറയുന്നത്. സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂൾ പ്രിൻസിപ്പൽമാർക്കാണ് സർക്കുലർ അയച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു സർക്കുലർ ഇറക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഫെബ്രുവരി 13-ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സർക്കുലർ ഇറക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെയായിരുന്നു. അതേസമയം പുതിയ ഉത്തരവിനെ KCBC വിദ്യാഭ്യാസ കമ്മീഷൻ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. സർക്കുലർ ഉടനടി പിൻവലിച്ച് ക്രൈസ്തവ സമൂഹത്തോട് മാപ്പ് പറയാനും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനും വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകണമെന്ന് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ആന്റണി വക്കോറയ്ക്കൽ ആവശ്യപ്പെട്ടിരുന്നു. ഫെബ്രുവരിയിലുണ്ടായ വിചിത്രമായ പരാതിയും അനുബന്ധമായ അന്വേഷണ ഉത്തരവും ഏറെ വിവാദമായിരുന്നു. ക്രൈസ്തവരായ അധ്യാപകർ സർക്കാരിന് അടയ്ക്കേണ്ട നികുതി നൽകാത്തതിനാൽ ഇതിനകം സർക്കാരിന് നഷ്ടപ്പെട്ടത് 10,000 കോടിയിൽ പരം രൂപയാണ്. എന്നിങ്ങനെയുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളോടെ ഇത് തിരിച്ചുപിടിക്കുവാനുള്ള നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കണമെന്ന ആവശ്യവുമായി കോഴിക്കോട് സ്വദേശിയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് പരാതി നൽകിയത്. ലഭിച്ച പരാതിയെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താതെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉപവിദ്യാഭ്യാസ ഡയറക്ടർമാർ വഴി എല്ലാ ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും അറിയിപ്പ് നൽകുകയായിരുന്നു. രണ്ടാമതും പുറത്തിറക്കിയ സർക്കുലർ പ്രതിഷേധങ്ങളെ തുടർന്ന് ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. ഷെയ്ഖാന ന്യൂസ്, കൊച്ചി.